ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ദ ഐ ഓർ ഒക്കുലാർ സ്ട്രക്ചറാണ്. ഐബോൾ എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്, ലൊക്കേറ്റഡ് ഇൻ ഓർബിറ്റ്. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഐബോളിന് 3 ലെയർ ആണുള്ളത്. എക്സ്റ്റേണൽ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. 3 ലെയർ ആണുള്ളത്. എക്സ്റ്റേണൽ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. എക്സ്റ്റേണൽ ലെയറിൽ വരുന്നതാണ് സ്ക്ലീറ ആൻഡ് കോർണിയ. സ്ക്ലീറ ആൻഡ് കോർണിയ ഇൻ എക്സ്റ്റേണൽ ലെയർ. മിഡിൽ ലെയർ എന്ന് പറയുന്നത് യുവിയൽ ട്രാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് റെറ്റിനയാണ്. അപ്പോൾ 3 ലെയർ ആണുള്ളത്. എക്സ്റ്റേണൽ, മിഡിൽ ആൻഡ് ഇന്നർ ലെയർ. എക്സ്റ്റേണൽ ലെയറിൽ വരുന്നത് സ്ക്ലീറയും കോർണിയയുമാണ്. അതുപോലെ തന്നെ മിഡിൽ ലെയറിൽ വരുന്നത് യുവിയൽ ട്രാക്റ്റ് ആണ്. ഇന്നർ ലെയറിൽ വരുന്നത് റെറ്റിനയാണ്. ഇനി സ്ക്ലീറ, എന്താണ് സ്ക്ലീറ എന്ന് നോക്കാം. സ്ക്ലീറ എന്ന് പറയുന്നത് വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ ആൻഡ് കംപ്രൈസിങ് പോസ്റ്റീരിയർ 5/6 ഓഫ് ദ എക്സ്റ്റേണൽ ലെയർ. എക്സ്റ്റേണൽ ലെയറിൻ്റെ പോസ്റ്റീരിയർ 5/6 എന്ന് പറയുന്നതും ഈ ഒരു സ്ക്ലീറയാണ്. ആൻറ്റീരിയർ 1/6 എന്ന് പറയുന്നത് കോർണിയയാണ്. കോർണിയ ട്രാൻസ്പെറൻ്റ് ആണ്, അവാസ്കുലർ ആണ്, ഡോം ലൈക്ക് സ്ട്രക്ചറാണ്. ആൻറ്റീരിയർ 1/6 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലെയറിൻ്റെ ആൻറ്റീരിയർ 1/6 എന്ന് പറയുന്നത് കോർണിയയും പോസ്റ്റീരിയർ 5/6 എന്ന് പറയുന്നത് സ്ക്ലീറയുമാണ്. ഇനി കോർണിയയ്ക്ക് 3 ലെയറാണുള്ളത്. ഔട്ടർ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, മിഡിൽ ലൈൻഡ് കൊളാജൻ ഫൈബർ ആൻഡ് ഇന്നർ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. 3 ലെയറാണ് കോർണിയയ്ക്കുള്ളത്. ഇനിയുള്ളത് മിഡിൽ ലെയറാണ്, യുവിയൽ ട്രാക്റ്റ് ആണ്. യുവിയൽ ട്രാക്റ്റിൽ മെയിനായിട്ട് വരുന്നത് ഐറിസ്, സീലിയറി ബോഡി ആൻഡ് കൊറോയിഡ്. ഐറിസും സീലിയറി ബോഡിയും കൊറോയിഡുമാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഐറിസ്, ഇത് സീലിയറി ബോഡി. പിന്നെയുള്ള ഈ ഒരു മിഡിൽ ലെയർ, അതിനെയാണ് നമ്മൾ കൊറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറോയിഡും. ഇത് 3ഉമാണ് യുവിയൽ ട്രാക്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മിഡിൽ ലെയറിൽ കൊറോയിഡ് വരുന്നത്. കൊറോയിഡ് എന്ന് പറയുന്നത് വാസ്കുലാർ ലെയർ ആണ്. 1 മില്ലിമീറ്റർ തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. ലൈസ് ബിറ്റ്വീൻ റെറ്റിന ആൻഡ് സ്ക്ലീറ ആൻഡ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ഔട്ടർ ലെയർ ഓഫ് ദ റെറ്റിന. റെറ്റിനേൻ്റെയും സ്ക്ലീറേൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കൊറോയിഡ് ഉണ്ടാവുന്നത്. ആൻഡ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ഔട്ടർ ലെയർ ഓഫ് ദ റെറ്റിന. പിന്നെയുള്ളത് ഇവിടെ സീലിയറി ബോഡിയാണ്. സീലിയറി ബോഡി കൺസിസ്റ്റ് ഓഫ് സീലിയറി മസിൽസ് ആൻഡ് സീലിയറി പ്രോസസ്. ഇതാണ് സീലിയറി ബോഡി എന്ന് പറയുന്നത്. സീലിയറി ബോഡിയിൽ സീലിയറി പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ സീലിയറി മസിൽസും ഉണ്ട്. ഐറിസിനെയും കൊറോയിഡിനെയും കണക്ട് ചെയ്യുന്നത് സീലിയറി ബോഡിയാണ്. 2 ഫംഗ്ഷനാണ് സീലിയറി ബോഡിക്കുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. ഈ അക്വസ് ചേമ്പറിലുള്ള അക്വസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷൻ സീലിയറി ബോഡിയാണ്. അതുപോലെ തന്നെ അക്കോമഡേഷൻ റിഫ്ലെക്സും നൽകുന്നത് സീലിയറി ബോഡിയാണ്. എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലെൻസ് തിക്നെസ് ആസ് പെർ ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ഐ. നമ്മുടെ കണ്ണിൽ നിന്ന് എത്ര ദൂരെയാണ് ഒബ്ജക്റ്റ്, ആ ഡിസ്റ്റൻസ് എത്രയുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ലെൻസിൻ്റെ തിക്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഫോർ ഫോക്കസിങ് ഓൺ ക്ലോസർ ഒബ്ജക്റ്റ്, നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ചസ് ആ സീലിയറി ബോഡിക്ക് ചെയ്യാൻ പറ്റുക? സീലിയറി മസിൽസ് കൺട്രാക്ട് ആൻഡ് ലെൻസ് കോൺവെക്സിറ്റി ഇൻക്രീസ് ചെയ്യും. സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും, ലെൻസിൻ്റെ കോൺവെക്സിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതൊരു കൺട്രോൾഡ് ബൈ പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റമാണ്. ഇതാണ് ഫോർ ഫോക്കസിങ് ഓൺ ക്ലോസർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർ ഫോക്കസ് ഓൺ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ സീലിയറി മസിൽസ് എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും ആൻഡ് ഫ്ലാറ്റൻ ദ ലെൻസിനെ ഫ്ലാറ്റൻ ചെയ്യും. ഇത് കൺട്രോൾഡ് ബൈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആണ്. ഇനിയുള്ളത് ഐറിസ് ആണ്. ഈ ഒരു സ്ട്രക്ചറിൽ കാണുന്നത് സീലിയറി ബോഡി കഴിഞ്ഞ് ഇവിടെ കാണുന്ന ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ഭാഗത്തും കാണുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് ഈസ് കളേർഡ് ആൻഡ് ഹൈലി വാസ്കുലറൈസ്ഡ് പാർട്ട് ഓഫ് ദ ഐ. ഹൈലി വാസ്കുലറൈസ്ഡ് പാർട്ടാണ് ഐയിലെ ഐറിസ് എന്ന് പറയുന്നത്. കോർണിയൻ്റെ ബിഹൈൻഡ് ആയിട്ടാണ് നമുക്ക് ഐറിസ് കാണാൻ കഴിയുന്നത്. ഇത് കോർണിയാണല്ലോ. കോർണിയൻ്റെ ബിഹൈൻഡ് ആയിട്ടാണ് നമുക്ക് ഐറിസ് കാണാൻ കഴിയുന്നത്. കളർ ഓഫ് ഐറിസ് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മെലാനിൻ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ആൻഡ് പ്യൂപ്പിൾ. ഇനിയുള്ളത് പ്യൂപ്പിളാണ്. പ്യൂപ്പിൾ ഈസ് എ സ്പേസ് ത്രൂ വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഐസ്. ഈ ഒരു സ്പേസിലൂടെയാണ് ലൈറ്റ് ഐസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇറ്റ് ഡയലൈറ്റ് ആൻഡ് കൺസ്ട്രിക്ട് ഓൺ റെസ്പോൺസ് ടു ലൈറ്റ്. ലൈറ്റിൻ്റെ റെസ്പോൺസിനനുസരിച്ചിട്ട് ബ്രൈറ്റ് ലൈറ്റ് ആണോ ഡിം ലൈറ്റ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പ്യൂപ്പിൾ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും, അതുപോലെ അല്ലെങ്കിൽ കൺസ്ട്രിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡയലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു റിഫ്ലെക്സിനെയാണ് നമ്മൾ പ്യൂപ്പിലറി റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി ബ്രൈറ്റ് ലൈറ്റിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് സ്ഫിങ്ചർ മസിൽസ് ഓഫ് ഐറിസ്. ഐറിസിൻ്റെ സ്ഫിങ്ചർ മസിൽസിനെ ബ്രൈറ്റ് ലൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ചെയ്യും, കൺട്രോൾഡ് ബൈ പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം. ഇനി ഡിം ലൈറ്റ് ആണെങ്കിൽ സ്റ്റിമുലേറ്റ് ഡയലേറ്റർ മസിൽസ് ഓഫ് ഐറിസ്. ഐറിസിലെ ഡയലേറ്റർ മസിൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക ഡിം ലൈറ്റ്, അതുകൊണ്ട് തന്നെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, കൺട്രോൾഡ് ബൈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം.
ഇനിയുള്ളതാണ് റെറ്റിന. ഇതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐസിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. കണ്ടെയ്ൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇതിൽ റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കോൺസ് ആൻഡ് റോഡ്സ്. കോൺ സെൽ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ സെൻട്രൽ നൈറ്റ് ആൻഡ് കളർ വിഷൻ ആൻഡ് ഫംഗ്ഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. കോൺ സെൽസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റിലാണ് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അതേസമയം റെറ്റിനയിലുള്ള റോഡ് സെൽസ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ പെരിഫറൽ വിഷൻ ആൻഡ് ഫംഗ്ഷൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് റെറ്റിനയിലെ തന്നെ റോഡ് സെൽസ് ആണ്. റോഡ് സെൽസ് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ടൈപ്പ് ഓഫ് റോഡോപ്സിൻ ഫോട്ടോ പിഗ്മെൻറ്റ്. റോഡ് സെൽസിൽ ഒരു സിംഗിൾ ടൈപ്പ് ഫോട്ടോ പിഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റോഡോപ്സിൻ ഫോട്ടോ പിഗ്മെൻ്റ് ആണ്. ബട്ട് കോൺ സെൽസിലാണെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്. അതിലാണ് 4-പൈറോപ്സിൻ റെസ്പോൺസ് ടു റെഡ് ലൈറ്റ്, ആൻഡ് സൈനോപ്സിൻ റെസ്പോൺസ് ടു ബ്ലൂ ലൈറ്റ്, ആൻഡ് ഐഡോപ്സിൻ റെസ്പോൺസ് ടു ഗ്രീൻ ലൈറ്റ്. ഇറ്റ് ഈസ് ദ ലെയർ വിച്ച് കൺവേർട്ട് ലൈറ്റ് ഇൻ ടു നെർവ് ഇമ്പൾസ്. ഇവിടെയാണ് ഈ റെറ്റിനയാണ് എന്ത് ചെയ്യുന്നത്? നെർവ് ഇമ്പൾസായിട്ട് ലൈറ്റിനെ കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട്സ് ലൈറ്റ് ഇൻ ടു നെർവ് ഇമ്പൾസ്. ആൻഡ് ഒപ്റ്റിക് പാത്വേ സ്റ്റാർട്ട് ഫ്രം റെറ്റിന. ഒപ്റ്റിക് പാത്വേ സ്റ്റാർട്ട്സ് ഫ്രം റെറ്റിന ആൻഡ് എൻഡ് വിത്ത് ഓക്സിപിറ്റൽ ലോബ് ഓഫ് ദ സെറിബ്രം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക് ഡിസ്ക് ആണ്. ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ അതർ നെയിമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് വെർ ദ ഒപ്റ്റിക് നെർവ് എൻ്റർ ദ ഐബോൾ ആൻഡ് ഓൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇവിടെ ഒരു ഫോട്ടോ റിസെപ്റ്റേഴ്സും ഇല്ല, അതുകൊണ്ടാണ് ഇതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഐബോളിൽ ആൻറ്റീരിയർ പോർഷനും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. ആൻറ്റീരിയർ സെഗ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ സെഗ്മെൻറ്റും ഉണ്ട്. ആൻറ്റീരിയർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചേമ്പറാണ്. ഇതിനെയാണ് നമ്മൾ അക്വസ് ചേമ്പർ എന്ന് പറയുന്നത്. ഇതിൽ സെക്രേറ്റ് ചെയ്യുന്ന ഹ്യൂമറിനെയാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അക്വസ് ഹ്യൂമർ സെക്രേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സീലിയറി ബോഡിയാണ് അക്വസ് ഹ്യൂമർ സെക്രേറ്റ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻറ്റെയിൻ ഇൻട്രാഒക്കുലർ പ്രഷർ. കണ്ണിനുള്ളിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു അക്വസ് ഹ്യൂമറാണ്. അതെന്ന് പറയുന്നത് 10 to 21 mm of Hg ആയിരിക്കും. ആൻഡ് റീപ്ലേസ്ഡ് ഇൻ എവറി 90 minutes. എല്ലാ 90 minutesലും ഈ അക്വസ് ഹ്യൂമർ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. സീലിയറി ബോഡിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ സെഗ്മെൻറ്റിലുള്ളതാണ് വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത്. വിട്രിയസ് ചേമ്പറിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമറാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ക്യാവിറ്റീനെയാണ് നമ്മൾ വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐസ്. ഐസിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് വിട്രിയസ് ചേമ്പർ ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം അക്വസ് ചേമ്പർ എന്ന് പറയുന്നത് ഇൻട്രാഒക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐലെ ഹ്യൂമർ ഫ്ലൂയിഡ്. അല്ലെങ്കിൽ വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് വിട്രിയസ് ഹ്യൂമർ നോട്ട് റീപ്ലേസ്ഡ് ഇൻ ലൈഫ് ടൈം ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ റിഫ്രാക്ടറി മീഡിയ. വിട്രിയസ് ഹ്യൂമറാണ് റിഫ്രാക്ടറി മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ലെൻസാണ്. ലെൻസ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ബൈ കോൺവെക്സ് സ്ട്രക്ചറിലാണ് ലെൻസ് ഉള്ളത്. ലെൻസ് കണ്ടെയ്ൻ പ്രോട്ടീൻ നോൺ ആസ് ക്രിസ്റ്റലിൻ. ലെൻസിലുള്ള ഒരു പ്രോട്ടീന് പറയുന്ന പേരാണ് ക്രിസ്റ്റലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ സോണുലാർ ഫൈബേഴ്സ് ആൻഡ് ലൈസ് ബിഹൈൻഡ് ഐറിസ് ആൻഡ് പ്യൂപ്പിൾ. ഐറിസിൻ്റെയും പ്യൂപ്പിളിൻ്റെയും ബിഹൈൻഡ് ആയിട്ടാണ് ലെൻസ് ഉള്ളത്. ലെൻസ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ ഓർ നെർവ് സപ്ലൈ. ലെൻസിന് ബ്ലഡ് സപ്ലൈയും ഇല്ല, നെർവ് സപ്ലൈ ഇല്ല. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് റിഫ്രാക്ടറി പവർ ടു ഐസ്. ഐസിന് റിഫ്രാക്ടറി പവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ലെൻസാണ്. ദാറ്റ് ഈസ് 20 diopter. ഇത്രയാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ദ ഐസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഐബോളാണ്. ഐബോൾ എന്ന് പറയുന്നത് 3 ലെയർ ആണുള്ളത്. എക്സ്റ്റേണൽ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. ഇനി ഓരോ പോർഷനിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ആൻറ്റീരിയർലി പോസ്റ്റീരിയർ 2 സെഗ്മെൻ്റ് ആണുള്ളത്. ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ വരുന്നത് അക്വസ് ചേമ്പറും പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വിട്രിയസ് ചേമ്പറുമാണ്. അതിൻ്റെ ഫങ്ഷൻസും അതിലുള്ള ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ഈ പിക്ചർ കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ പിന്നെയും നമുക്ക് റിപ്പീറ്റായിട്ട് കേൾക്കുമോ അല്ലെങ്കിൽ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ പിക്ചർ ഒന്നും കൂടി ഒന്ന് വരയ്ക്കാനൊക്കെ പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.